ഇന്ന് ഇന്ത്യയിലൊട്ടാകെ മലയാള സിനിമയ്ക്ക് ലഭിക്കുന്നത് വൻ സ്വീകാര്യതയാണ്. പാൻ ഇന്ത്യ റിലീസായി മലയാള സിനിമകൾ എത്തുന്നതും അവയ്ക്ക് ലഭിക്കുന്ന സ്വീകാര്യതയും ഇതിന് തെളിവാണ്. ബോളിവുഡിൽ മലയാള സിനിമയ്ക്ക് വലിയ പ്രാധാന്യം തന്നെയുണ്ടെന്ന കാര്യം കണക്കുകൾ പരിശോധിച്ചാൽ അറിയാനാകും. ഹിന്ദിയിൽ ഏറ്റവും ഒടുവിലായി റിലീസ് ചെയ്ത മലയാള ചിത്രമാണ് മോഹൻലാൽ പൃഥ്വിരാജ് കൂട്ടുകെട്ടിലെത്തിയ എമ്പുരാൻ. കേരളത്തിൽ വൻ സ്വീകാര്യത ലഭിച്ച ചിത്രം 200 കോടി ക്ലബിൽ ഇടം നേടിയെന്ന വിവരം ഔദ്യോഗികമായി നിർമ്മാതാക്കൾ പങ്കുവച്ചിരുന്നു. എന്നാൽ ബോളിവുഡിൽ ചിത്രത്തിന് വേണ്ട വിധം ശോഭിക്കാനായില്ലെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കളക്ഷൻ നേടുന്നതിൽ ഒരു വേഗത ബോളിവുഡിൽ നിന്ന് ചിത്രത്തിന് ലഭിക്കുന്നില്ലെന്നാണ് റിപ്പോർട്ടുകൾ. റിലീസ് ചെയ്ത് 7 ദിവസത്തിൽ 1.9 കോടി എമ്പുരാൻ നേടിയെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇതോടെ കഴിഞ്ഞ വർഷം ഹിന്ദിയിലും റിലീസ് ചെയ്ത ARM, ആടുജീവിതം എന്നീ സിനിമകളെ എമ്പുരാൻ മറികടന്നു കഴിഞ്ഞു. 80 ലക്ഷം രൂപയായിരുന്നു ടൊവിനോ ചിത്രം അജയന്റെ രണ്ടാം മോഷണത്തിന്റെ ഹിന്ദി കളക്ഷൻ. 53 ലക്ഷമാണ് ആടുജീവിതം നേടിയത്. എന്നാലും കോടികളുടെ ടാർഗറ്റാണ് എമ്പുരാന് മുന്നിൽ ഇനിയും റെക്കോർഡിനായി മറികടക്കേണ്ടതായുള്ളത്. കഴിഞ്ഞ ഡിസംബറിൽ റിലീസ് ചെയ്ത വൻ ജനശ്രദ്ധ പിടിച്ചുപറ്റിയ ഉണ്ണിമുകുന്ദൻ ചിത്രമായ മാർക്കോയുടെ കളക്ഷനാണ് എമ്പുരാന് മുന്നിലുള്ളത്. റിപ്പോർട്ടുകൾ പ്രകാരം 12 കോടിയാണ് മാർക്കോയുടെ ഹിന്ദി കളക്ഷൻ. മലയാളത്തിന് പുറമെ മാർക്കോയ്ക്ക് ഏറ്റവും കൂടുതൽ കളക്ഷൻ ലഭിച്ചത് ഹിന്ദിയിൽ നിന്നായിരുന്നുവെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഇതോടെ 12 കോടിയിൽ കൂടുതൽ നേടിയാൽ മാത്രമേ എമ്പുരാന് മാർക്കോയെ മറികടക്കാൻ സാധിക്കുകയുള്ളൂ. ഇതിന് സാധിക്കുമോ എന്ന കാത്തിരിപ്പിലാണ് ഇപ്പോൾ മോഹൻലാൽ ആരാധകർ. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.